ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കോംബോ ആയിട്ട് വരുന്ന 6 കുർത്തീസിൻ്റെ റിവ്യൂ ആണ്. നമുക്ക് കോളേജിലും ഓഫീസിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഡെയിലി വെയർ ആയിട്ടുള്ള കുർത്തീസാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു സെറ്റിൽ 6 കുർത്തീസാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 749 രൂപയാണ്. ഈ ഒരു റേറ്റിന് ശരിക്കും നല്ല കുർത്തീസ് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എനിക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു യെല്ലോ കളറിൽ വരുന്ന നല്ല അടിപൊളി പ്രിൻ്റ് വരുന്ന ഒരു കുർത്തിയാണ്. അധികം ക്വാളിറ്റി ഒന്നുമില്ല, എന്നാൽ ആ ഒരു റേറ്റിനനുസരിച്ച് നല്ല ക്വാളിറ്റി തന്നെയുണ്ട്. ഇതിൽ ലൈനിങ് ഒന്നും അവൈലബിൾ അല്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഈ ഒരു കുർത്തിയുടെ കളർ കോമ്പിനേഷനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു യെല്ലോയും റെഡും ബ്ലൂ ഒക്കെ വരുന്ന നല്ല പ്രിൻ്റ് വരുന്ന ഒരു കുർത്തി തന്നെയാണ്. നമുക്ക് ആ ഒരു മുകൾ പോർഷനിൽ മാത്രമല്ല താഴോട്ടും ആ ഒരു പ്രിൻ്റ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് പ്ലെയിൻ ആണ്. നമുക്ക് ഈ ഒരു കുർത്തിയുടെ കൂടെ ഏതൊരു പാൻറ്റും ദുപ്പട്ടയും കൂടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഒത്തിരി കളേഴ്സ് നമുക്ക് ആ ഒരു കുർത്തിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് റെഡോ അല്ലെങ്കിൽ മെറൂണോ അല്ലെങ്കിൽ ബ്ലൂവോ ഇതുപോലുള്ള കളേഴ്സൊക്കെ നമുക്ക് ഈ ഒരു കുർത്തിയുടെ കൂടെ പെയർ ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു നോർമൽ ബ്ലാക്ക് പലാസോ പാൻസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് നമ്മുടെ ആ കൈയിൻ്റെ മുട്ട് വരെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റി തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പ്രത്യേകിച്ച് നമ്മൾ ചൂട് സമയത്തൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ചൂടെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഒരു കുർത്തിക്ക് ഉള്ളത്. നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുർത്തീസാണ് ഈ 6 കുർത്തീസും ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് യെല്ലോ കുർത്തി. ഇനി നമ്മുടെ സെക്കൻഡ് കുർത്തി നോക്കാം. സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു ഡിഫറെൻറ്റ് കളറിൽ വരുന്ന ഒരു കുർത്തിയാണ്. പിങ്കും അതുപോലെ ബ്ലൂവും യെല്ലോയും ഒക്കെ വരുന്ന ഒരു കുർത്തിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സെറ്റിലുണ്ടായിരുന്ന എല്ലാ കുർത്തീസും ഡിഫറെൻറ്റ് കളറാണ്, കളർഫുള്ളായിട്ടുള്ള കുർത്തീസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കളർ പാൻസിൻ്റെ കൂടെ ആണെങ്കിലും ദുപ്പട്ടയുടെ കൂടെ ആണെങ്കിലും ഈ കുർത്തീസൊക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. ഇതും നമ്മൾ ആദ്യം കാണിച്ച അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഈ ഒരു കുർത്തിക്കും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പ്രിൻ്റ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രിൻ്റ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എനിക്കിതിൽ ഇഷ്ടമാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു നെക്ക് പോർഷൻ മാത്രമാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു 6 കുർത്തിയിൽ ഈ ഒരു കുർത്തിക്ക് മാത്രമാണ് നെക്ക് പോർഷൻ കുറച്ചൊന്ന് കയറിയിട്ടാണ് ഇതിനിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടുന്ന സമയത്ത് കുറച്ച് അൺകംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ആ ഒരു വലിയ ഇച്ചിരി കയറിയ നെക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി അൺകംഫർട്ടബിളായിട്ട് ഇത് ഫീൽ ചെയ്യിപ്പിച്ചു. റൗണ്ട് നെക്കാണ് ഈ ഒരു കുർത്തിക്കുള്ളത്. പക്ഷേ കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. കുറച്ച് ഒരു റൗണ്ട് അല്ലാതെ വേറൊരു ഷേപ്പിലാണ് ഇതിൻ്റെ ആ ഒരു നെക്ക് പോർഷനിൽ ഇരിക്കുന്നത്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കുർത്തി മാത്രമാണ് എനിക്ക് കുറച്ച് എനിക്കിഷ്ടമാവാത്ത രീതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു പ്രിൻ്റൊക്കെ എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ കുർത്തി നോക്കാം. മൂന്നാമത്തെ കുർത്തിയും ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. നല്ലൊരു ബ്ലൂ കളറാണ്. അതിൽ നമുക്ക് യെല്ലോയും റെഡും അങ്ങനെ ബ്ലാക്ക് അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ നമുക്ക് ഈ ഒരു കുർത്തിക്ക് കിട്ടുന്നുണ്ട്. എനിക്കിത് കണ്ടതിനേക്കാളും ഇട്ട സമയത്താണ് കുറച്ചും കൂടെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. നല്ല രീതിക്ക് തന്നെ ചേരുന്നുണ്ട്. അതുമാത്രമല്ല നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഈ ഒരു കുർത്തിക്ക് പ്രത്യേകിച്ച് എനിക്ക് തെറ്റൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. കാരണം പെർഫെക്റ്റ് ഫിറ്റായിരുന്നു എനിക്ക്. അതുമാത്രമല്ല ആ ഒരു നെക്ക് പോർഷൻ ആണെങ്കിലും അതുപോലെ നമ്മുടെ സ്ലീവ്സിൻ്റെ ആ ഒരു സൈഡാണെങ്കിലും നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കുർത്തിയും ഏകദേശം കളർഫുള്ളായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു പാൻസിൻ്റെ കൂടെയും ഈ ഒരു കുർത്തീസൊക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ആ ഒരു ബ്ലാക്ക് കളർ വൈറ്റ് ലെഗ് പാൻറ്റിൻ്റെ കൂടെ ഈ ഒരു കുർത്തി നല്ല രീതിക്ക് തന്നെ മാച്ച് ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു കുർത്തി നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ട്. ഇനി നമ്മുടെ നാലാമത്തെ കുർത്തി നോക്കാം. നാലാമത്തെ കുർത്തി ഒരു നേവി ബ്ലൂ വരുന്ന ഒരു കുർത്തിയാണ്. ഇതിലും നമുക്ക് ഒത്തിരി കളറിൽ വരുന്ന പ്രിൻസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രിൻസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലും നമുക്ക് യെല്ലോയും ഓറഞ്ചും റെഡും ബ്ലൂവും അങ്ങനെ കുറേ കളർഫുള്ളായിട്ടുള്ള ഒരു കുർത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിലൊന്നും ലൈനിങ്സ് ഇല്ല. പക്ഷേ നല്ല ക്വാളിറ്റി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു റേറ്റിൽ നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ ഒരു കുർത്തിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മളൊരു 300-400 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു റേറ്റിന്
ഈ ഒരു 6 കുർത്തിയും കൂടെ 749 രൂപയ്ക്ക് ശരിക്കും നല്ല വർത്തായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ 6 കുർത്തീസും. നമുക്ക് ഇതിൻ്റെ പല ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് മീഷോയിൽ അവൈലബിൾ ആണ്. എനിക്ക് കണ്ടതിൽ വെച്ച് ഡിഫറെൻറ്റ് കളറായിട്ടും ഡിഫറെൻറ്റ് പാറ്റേണുമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ 6 സെറ്റായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ 6 കുർത്തീസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കുർത്തിയും എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമ്മുടെ 5ാമത്തെ കുർത്തി നമുക്ക് നോക്കാം. 5ാമത്തെ കുർത്തിയും ഡിഫറെൻറ്റ് കളർ വരുന്ന തന്നെയാണ്. ഗ്രേയും ബ്ലൂവും റെഡും യെല്ലോ ഒക്കെ വരുന്ന ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തിയാണ്. ഇതും ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് വരുന്നത്. പ്രത്യേകിച്ച് 2 സൈഡ് 2 കളർ വരുന്ന രീതിക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് ഈ ഒരു കുർത്തിയും വന്നിട്ടുള്ളത്. ഇതും എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നേരത്തെ കണ്ട കുർത്തീസിൽ നിന്ന് ഇതിൻ്റെ പ്രിൻസിനും അതുപോലെ തന്നെ ആ ഒരു സ്റ്റൈലിനും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുർത്തി കുറച്ചും കൂടെ ഒരു ഡിഫറെൻറ്റ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ആക്കാനായിട്ട് പറ്റും. നമുക്ക് ഇതിൻ്റെ കൂടെ ഏത് കളർ പാൻസ് വേണമെങ്കിലും ഇടാം. പ്രത്യേകിച്ച് ആ ഒരു മസ്റ്റേർഡ് യെല്ലോ ഒക്കെ പാൻസും ദുപ്പട്ടയൊക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടാവും. ഞാനിവിടെ ആ ഒരു ബ്ലാക്ക് പാൻസ് തന്നെയാണ് ഇതിൻ്റെ കൂടെയും പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഈ 6 കുർത്തീസിനും സെയിം മെറ്റീരിയൽ തന്നെയായിരുന്നു. നല്ല സോഫ്റ്റാണ്. അത് മാത്രമല്ല നല്ല ക്വാളിറ്റിയും ഉണ്ട്. ഇനി നമ്മുടെ അവസാനത്തെ കുർത്തി നോക്കാം. അവസാനത്തെ കുർത്തിയും എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു കളർ കോമ്പിനേഷൻ. നമ്മൾ ഇത്രയും കണ്ട ആ ഒരു 5 കുർത്തീസിൽ നിന്നും ഈ ഒരു കുർത്തിക്ക് കളർ നല്ല രീതിക്ക് തന്നെ വ്യത്യാസമുണ്ട്. കാരണം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനായിരുന്നു ഈ ഒരു കുർത്തിക്ക് ഉണ്ടായിരുന്നത്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡായിരുന്നു. അത് മാത്രമല്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡും കൂടെ 2 സൈഡ് നമുക്ക് വർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലാക്ക് പാൻസ് നല്ല രീതിക്ക് തന്നെ പെയർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ 2ാമത് കാണിച്ച ആ കുർത്തിക്ക് പറഞ്ഞ ആ ഒരു സെയിം നെക്ക് തന്നെയായിരുന്നു ഇതിനും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കേറിയ നെക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടുന്ന സമയത്ത് കുറച്ചൊന്ന് അൺകംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യിപ്പിച്ചു. പക്ഷേ ഒരു ദുപ്പട്ടയും കൂടെ സ്റ്റൈൽ ചെയ്ത സമയത്ത് വലിയ വൃത്തികേട് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് നേരത്തെ കാണിച്ച ആ ഒരു ബ്ലൂ കളറിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ഒരു റൗണ്ട് നെക്കല്ല ഈ 2 കുർത്തീസിനും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നെക്ക് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടായിരുന്നത്. പക്ഷേ ബാക്കി കംപ്ലീറ്റ് ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും അതിൻ്റെ ഒരു ഫിറ്റ് ആണെങ്കിലും ആ ഒരു ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ 6 കുർത്തീസിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് ഈ ഒരു 6 കുർത്തീസും നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. 2 കുർത്തീസിന് മാത്രം ആ ഒരു നെക്ക് പൂഷിലെ ഒരു ഡിഫക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള കംപ്ലീറ്റ് കുർത്തീസിനും നല്ല രീതിക്ക് തന്നെ കംപ്ലീറ്റ് കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ എനിക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ എല്ലാ കുർത്തീസിൻ്റെയും കളർ കോമ്പിനേഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നമ്മൾ എല്ലാ കളേഴ്സും അല്ലെങ്കിൽ എല്ലാ കുർത്തീസും ഒരുപോലെ ഇരിക്കാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്കാണ് എല്ലാ കുർത്തീസും കിട്ടിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു റേറ്റിന് 6 കുർത്തീസ് എന്ന് പറയുന്നത് നല്ല വർത്തായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഈ ഒരു കുർത്തി സെറ്റിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും ലിങ്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.